Okay. Morning we were studying. Okay, morning നമ്മൾ എന്താ പഠിച്ചത്? രാവിലത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? If you take a salt and if you mix it with water and stir it well, it will dissolve. But again and again, if you are going on adding, what will happen? After some time, salt will not dissolve. Even sugar also. ഒരു പരിധിക്കപ്പുറം സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ വെള്ളത്തിലേക്ക് അലിയത്തില്ല. നിങ്ങളിപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ലെമൺ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാം കുറേ സമയം ഇളക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സാധാരണ വെള്ളത്തെക്കാളും അല്ലെ. കുറെ അതിനകത്ത് മിച്ചം കിടക്കുന്നുണ്ടാകും. നിങ്ങൾ ചായക്കകത്തോട്ട് പഞ്ചസാര ഇടുമ്പോൾ ഇത്തിരി കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ അധികം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലൊന്നും കുഴപ്പമില്ല, ഇറ്റ് വിൽ ബി ഡിസോൾവ്. ബട്ട് അതിനേക്കാൾ കൂടുതൽ ഒരു 4-5 സ്പൂണൊക്കെ ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? പിന്നെ അത് അലിക്കാൻ താമസം വരും. താമസം വരുന്നത് മാത്രമല്ല പിന്നീട് അത് അലക്കാതെയാകും. നിങ്ങൾ കണ്ടിട്ടുണ്ട് ചായയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ചായക്കകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് പഞ്ചസാര ഇടുമ്പോൾ എനിവേ യു വിൽ ആഡ് ലിറ്റിൽ എക്സ്ട്രാ ഇറ്റ് ഇഫ് ഓക്കെ വൈ ഹരിനത് ചൂടുവെള്ളത്തില് പഞ്ചസാര ഇട്ട വേഗം അലിയൂലേ? അത് പറയാം, അതിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മള് പച്ചവെള്ളത്തിൽ ഒരു പരിധി കൂടുതൽ പഞ്ചസാര ഇട്ട പിന്നീട് അലിക്കില്ല. ഉപ്പാണെങ്കിലും ഒരു പരിധി കൂടുതൽ അത് അലുത്ത് വരത്തില്ല. നിങ്ങളുടെ വീട്ടില് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടില് ഉപ്പ് വെള്ളം ഉണ്ടാക്കാറുണ്ടോ? അതായത് ചോറിനും കറിക്കും ഒക്കെ ഒഴിക്കാന് ഈ കല്ലുപ്പ് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപ്പ് നീരായിട്ട് ഉണ്ടാക്കാറുണ്ടോ? ഓക്കെ, ചില വീടുകളിൽ ആക്കുന്നുണ്ട്, ചില വീടുകളിലല്ല. ഐ ഹാവ് ഇൻ മൈ ഹൗസ്. ഞാൻ ചോറിനകത്തൊക്കെ എന്നിട്ട് ഉപ്പ് പൊടിയല്ല ഇടുന്നത്, ഈ നീരൊഴിക്കുക ചെയ്യുന്നത് ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ ഫോർ സം പർപ്പസ്. ഞാനതിൽ സോ അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് പാത്രത്തിൽ നോക്കണം. All the salt are dissolved in the water or not? അതിനകത്ത് ആ പാത്രത്തിൽ ഇട്ടിരിക്കുന്ന സോൾട്ട് കംപ്ലീറ്റ് ഡിസോൾവ്ഡ് ആയിട്ടുണ്ടോ? കല്ല് ബാക്കി അടി കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ കല്ല് ബാക്കി കിടക്കുന്നത്? നമ്മൾ ഒരു പിടി ഉപ്പ് വാരി അതിനകത്തിട്ട് ഇഫ് യു സ്റ്റെയർ ഇറ്റ് മേ ഡിസോൾവ്. നമ്മൾ പക്ഷെ ആ വെള്ളത്തിന് അത്ര ഉപ്പിന്റെ ടേസ്റ്റ് വരുന്നുള്ളൂ. അഗെയിൻ ആൻഡ് അഗെയിൻ ഇഫ് യു ആർ ആഡ് സോൾട്ട് it will dissolve for some time. കുറെ സമയത്തിന് അത് ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കല്ല് അങ്ങനെ തന്നെ കിടക്കും, ഡിസോൾവ് ആവില്ല. നിങ്ങൾ ആ ഉപ്പ് വെള്ളം അങ്ങനെ ഉണ്ടാക്കുന്നവരുടെ വീടുകളിലെ പാത്രത്തിൽ നോക്കിയാൽ അറിയാം, so much of salt will be there without dissolving. Do you know what is the reason for that? എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാവോ? Because we studied that molecules of water will be there plus molecules of salt will be there in that, isn't it? And water can dissolve, water has a limit to dissolve in that. അതിനകത്ത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ അതിനകത്ത് അലിയിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ബട്ട് when we make it heat, again some more salt will be dissolved. Or if we make it heat fastly and more quantity, salt will be dissolved in that. അതായത് ഈ പറഞ്ഞ ഉപ്പ് കല്ല് നിങ്ങൾ ഇപ്പൊ നോക്കാം, അതിനകത്ത് കുറെ ഉപ്പ് കല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എടുത്ത് ചൂടാക്കുകയാണെങ്കിൽ ആ വെള്ളം ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ കുറേയും കൂടെ സോൾട്ട് അതിനകത്ത് ഡിസോൾവ്ഡ് ആകും. പഞ്ചസാര ആണെങ്കിലും നമ്മളിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷോപ്പിലൊക്കെ ബേക്കറിയിലും ഐസ്ക്രീം പാർലറിലും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ലെമൺ ജ്യൂസ് ഒക്കെ തരുന്നവർക്കൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞത് അവർ പഞ്ചസാര ഉരുക്കി വെക്കും. കാരണം ഈ വെള്ളത്തിൽ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറെ താമസം വരും. പിന്നെ അവര് തലേദിവസം തന്നെ അത് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഇളക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ പാത്രത്തിന്റെ അടിവശത്ത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ ഇളക്കി ആ വെള്ളം ഒരു കുഴമ്പ് പോലെയൊക്കെ ആകും. പക്ഷെ ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. ആ ഷുഗർ എല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാകും ആ വാട്ടറിൽ. ഓക്കെ, ഈ സോൾട്ടിന്റെ ഈ വക വസ്തുക്കൾ ഒരു പരിധി കൂടുതൽ വെള്ളത്തിൽ ഡിസോൾവ് ആകില്ല. ബട്ട് വെൻ വി ഹീറ്റ് വാട്ട് ഹാപ്പൻസ്, ദ മോളിക്യൂൾസ് വിൽ എക്സ്പാൻഡ് and it will dissolve fastly. കുറച്ചും കൂടെ കൂടുതലും അതുപോലെ ഫാസ്റ്റ് ആയിട്ടും ഡിസോൾവ് ആകും. So from this experiment we can understand, you will observe from this activity that different quantities of a different substance can dissolve in reduced quantity of water. അപ്പം ഒരു അളവിലുള്ള വെള്ളത്തില് ഒരു പരിധി കൂടുതൽ, അതായത് ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി കൂടുതൽ വസ്തു അതിനകത്ത് ഡിസോൾവ് ആകില്ല. We say that different substances have different solubility in water.
ചില വസ്തുക്കൾ കൂടുതൽ സൊല്യൂബിലിറ്റി ഉണ്ടാകും, ചില വസ്തുക്കൾക്ക് കുറച്ച് സൊല്യൂബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഷുഗർ ഒക്കെ ഇട്ടപാട് അങ്ങോട്ട് ആയിക്കോളും, ഷുഗർ സോൾട്ട് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആകും. പക്ഷേ വെള്ളത്തിലേക്ക് സൊല്യൂബിൾ ആകുന്ന മറ്റു വസ്തുക്കൾ ചില അത്രയും സ്പീഡിൽ ആവണമെന്നില്ല. ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. അപ്പൊ കൂടുതൽ അതിനകത്ത് ഡിസോൾവ് ആകണമെന്നില്ല, അതുപോലെ തന്നെ ടൈമിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പേജ് നമ്പർ 55 ലാസ്റ്റ് ലൈനിലുള്ള ഇതാണ് വായിക്കുന്നത് കേട്ടോ. The solubility of sugar in water increases with an increase in temperature. When we make it heat, the solubility of the sugar and salt and all will increase. The solubility of most of other substance in water also increases with the temperature. However, the solubility of salt increases very little with the temperature. എന്നാലും നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു പരിധി കൂടുതലാക്കിയല്ല, എങ്കിലും അത് ചൂടാക്കുമ്പോൾ സോൾട്ട് മാത്രമല്ല മറ്റു വസ്തുക്കളും അങ്ങനെ തന്നെയാണ്, ചൂടാക്കുമ്പോൾ കൂടുതൽ സൊല്യൂബിലിറ്റി ആകും. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ആസ് എ സോൾവെന്റ്. Now we know that water has a very huge role in our life in this world. അല്ലെ, നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം, if there is no water there will be no life. എയർ മാത്രം ഉണ്ടെങ്കിൽ മതിയോ നമുക്ക്? അല്ല, the most important thing, very important thing, water, air and all, isn't it? Okay. When there is no, if there is no water, there is no life possible on the earth. So like the same way, water is very important as a solvent. അതായത് മറ്റു വസ്തുക്കളെ അലിയിപ്പിക്കാനുള്ള കഴിവ് ഈ വെള്ളത്തിന് വളരെ കൂടുതലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെവൻ, വേർ ആർ യു ലുക്കിംഗ്? ഹെവനെ, ഇവിടെ ചക്കായ. It is because of its property of dissolving a large number of substances that water is so essential for life. We know that water is very important for our life. Can you live one day without any water? ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിമുഷ്ടി ഒക്കെ, but by evening you will be very tired if you don't drink water. But if you don't eat food, you can survive with water for 1 or 2 days. But if you don't drink water, what will happen? Dehydration will take place and you will have giddiness or something like that. So you need water. From morning, how much water you drink? Morning you take a tea or coffee, isn't it? Some may drink milk. That is a liquid. Then afterwards, when you take a breakfast, you may drink hot water, isn't it? Afterwards, in between and all, you may drink a little bit of water and all. And you know that cook is food in water. So when we take breakfast and all, water automatically it will reach into our stomach, in our body. Then afternoon also we will drink water. Evening we will take coffee or tea. Then night we will have lunch. Sorry, lunch not supper, dinner. So at that time also we will take such a type of any hot or cold water and all. അങ്ങനെ പല വിധത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്. സോ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ വാട്ടർ അതുകൊണ്ട് തന്നെ സോൾവെന്റ് എന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൊല്യൂബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഈ അലിയിക്കാനുള്ള കഴിവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സി, our body cannot absorb food substance unless they are soluble in water. We studied that in 5th standard itself, you studied about our digestive system and all. You know that the food that we eat will not go directly into our blood, isn't it? The morning someone ate dosa, someone ate idli, someone ate banana, someone ate biryani, someone ate chor. Like that, some different food items you have eaten, isn't it? The body of human being or animals will make use of those food. It will go into our digestive organs and then it should be digested. നമ്മൾ കഴിച്ച ആഹാരം ഡൈജസ്റ്റഡ് ആകണം, അതിൽ നിന്നും ബ്ലഡിലേക്ക് അത് ഒബ്സർവ് ആകണം. അപ്പൊ നമുക്കറിയാം, അങ്ങനെ ഒബ്സർവ് ആകണമെങ്കിൽ ബോഡിയിൽ എന്തുണ്ടായിരിക്കണം? വാട്ടർ ഷുഡ് ബി ദേർ. സോ വാട്ടർ ഷുഡ് ബി ദേർ ഫോർ ദ ഡൈജസ്റ്റീവ് ഫങ്ഷൻ. നമ്മളുടെ ബോഡിയിൽ നിങ്ങളൊന്ന് ആകർഷിക്കും, നിങ്ങൾ കഴിച്ചു. ആരാത് അൺമ്യൂട്ട് ചെയ്യാത്ത ആള്? വിഷ്ണു പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, സോ നമ്മൾ രാവിലെ കഴിച്ച ഇഡ്ഡലി, ഇഫ് ഇറ്റ് ഡസന്റ് ഡൈജസ്റ്റ്,
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ രാവിലെ കഴിച്ച ഇഡ്ഡലിയും ദോശ ഡൈജഷൻ എന്നൊരു സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതെല്ലാം നമ്മുടെ ബോഡിയുടെ പാർട്സിൽ എങ്ങനെ എത്തും? കൈ വളരണം, കാല് വളരണം, കണ്ണ് വളരണം, മൂക്ക് വളരണം. ഓൾ ബോഡി പാർട്സ് ഷുഡ് ബി ഗ്രോൺ, isn't it? അപ്പൊ അത് വളരണമെങ്കിൽ ഇവിടെ ഒരു കഷ്ണം ഇഡ്ഡലി, ഇവിടെ ഒരു കഷ്ണം ഇഡ്ഡലി, ഇവിടെ ഒരു കഷ്ണം ഇഡ്ഡലി, ഇവിടെ ഒരു കഷ്ണം ഇഡ്ഡലി, അങ്ങനെയൊക്കെ ആകിയല്ലേ? ഇങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനത്തെ ഒരു രീതി. അങ്ങനെയാണോ? അല്ല. ബട്ട് അത് ഡൈജസ്റ്റഡ് ആയിട്ട് അതിലുള്ള വിറ്റമിൻസ്, പ്രോട്ടീൻസ്, ഈ വക ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർവ് ആകണം. ആൻഡ് ഫോർ ദാറ്റ് വി നീഡ് വാട്ടർ. So without water, digestion will not take place. So if you don't drink water, only eating food, if you don't drink water, what will happen? Digestion will not take place. Understand? Digestion നടക്കത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഇല്ല. ഡൈജഷൻ നടക്കാതെ വന്നു കഴിഞ്ഞാൽ. So our body cannot absorb food substance unless they are soluble in water. In the process of digestion, food is reduced to simple substances that are soluble in water. They can then be dissolved in water and absorbed by the body. ബോഡി വലിയ വലിയ പീസുകൾ ഇങ്ങനെ അബ്സോർവ് ആവാത്ത സാധനങ്ങളൊന്നും ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് പോകില്ല. അതെല്ലാം ബോഡി എന്ത് ചെയ്യുന്നു? ബോഡി വിൽ ട്രൈ ടു റിമൂവ് ഫ്രം ദ ബോഡി. അതിന് പിന്നെ വേസ്റ്റ് ആണ്. അത് എക്സ്ക്രിയേറ്ററി സിസ്റ്റം മൂലം പുറത്തേക്ക് പോകും. നമ്മൾ കഴിച്ച ഫുഡ് കഴിച്ചതിന്റെ ആ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകും. അതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസ് എല്ലാം ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം ഒബ്സർവ്, ബ്ലഡിലേക്ക് ഒബ്സർവ് ചെയ്യുന്നത് മാത്രം ബോഡി അക്സെപ്റ്റ് ചെയ്യും. ബാക്കി എല്ലാം എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ റിമൂവ് ഫ്രം ദ ബോഡി. ദാറ്റ് ഈസ് അനദർ സെൻസ്. അത് നമുക്ക് നേരം നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. നമ്മൾ ടോയ്ലറ്റിൽ പോയി നമ്മുടെ ബോഡിയിൽ നിന്ന് സംഭവങ്ങളെല്ലാം വേസ്റ്റ് പുറത്തേക്ക് പോകും അല്ലെ? ഓക്കെ. So water is necessary for digestion. ഡൈജഷനിലേക്ക്, അതായത് ഫുഡിലെ എല്ലാം വെള്ളത്തിലേക്ക്, നമ്മൾ ഈ ബോഡിയിലുള്ള വെള്ളത്തിലേക്ക് അബ്സോർവ് ആകണം, അത് സൊല്യൂബിൾ ആക്കണം. അത് മാത്രമേ ബോഡി സ്വീകരിക്കുള്ളൂ. So food is reduced to simple substances that are soluble in water. They can then be dissolved in water and absorbed by the body. Several waste materials produced in the body are dissolved in water and excreted. A number of chemical reactions occur inside our body. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. ലൈക്ക് എ മെഷീൻ ആണ്. നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള പാർട്സുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? സി, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. വി ക്യാൻ സി ഓൺലി അവർ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യം, ഓർഗൻസ് മാത്രമേ കാണുള്ളൂ. ഇന്റേണൽ ഓർഗൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഹാർട്ട്, ലിവർ, കിഡ്നി ആൻഡ് ഓൾ. Can we see? No. But they have their own duties. Kidney has its own duty, liver has its own duty, then heart has its own duty. അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഭാഗങ്ങൾക്കും അവരുടെ ജോലിയുണ്ട്. ആ ജോലികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഓരോ ജോലി കഴിയുമ്പോൾ കുറെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ വേസ്റ്റ് എല്ലാം എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ കം ഔട്ട്. നമുക്കറിയാം നമ്മുടെ സ്വെറ്റിങ്സ്, വേർപ്പ്. ഈ വേർപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേർപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഹവനെ, have you ever tasted your sweat? ഉപ്പും ചവയല്ലേ ഉപ്പ് ചവയല്ലേ? it is salty. ഒരുമാതിരി ഉപ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും അല്ലെ? അല്ലെ? ഓക്കെ. ഈ ഉപ്പ് എവിടുന്നാ വരുന്നേ? അറിയാമോ? So many chemical reactions take place in our body. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ വേർപ്പൊക്കെ. അപ്പം ഉപ്പിന്റെ പോലത്തെ ഇതൊക്കെ വരുന്നത് അങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നത് നമുക്കറിയാം. നമ്മുടെ യൂറിന്റെ സ്മെല്ല് നമുക്കറിയാം അല്ലെ? അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റിയാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതെല്ലാം. ഓക്കെ. So several waste materials produced in the body are dissolved in water and excreted. A number of chemical reactions occur inside our body. They all occur in the presence of water. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ ചിരിക്കാനൊന്നുമില്ല. നമ്മളുടെ യൂറിൻ, നിങ്ങൾ മൂത്രം ഒഴിക്കാറുണ്ട് അല്ലെ? ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ടോയ്ലറ്റ് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. After 5 minutes, if you go back to the toilet, how you will feel? It will be smelling, isn't it? മൂത്രം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചില്ല നമുക്കറിയാം സ്മെല്ല് വരും. അപ്പൊ ഈ സ്മെല്ല് എങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയാവോ? നമ്മളുടെ ബോഡിയിൽ ഉണ്ടായ കുറേ ആക്ഷൻസ് നടക്കുന്നുണ്ട് ഇൻസൈഡ് അല്ലെ? അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കെമിക്കൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന വസ്തുക്കളെല്ലാം ഈ യൂറിൻ എന്ന് പറയുന്ന
വാട്ടറിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വെള്ളം തന്നെയാണല്ലോ പുറത്തേക്ക് വരുന്നത് യൂറിനായിട്ട് മൂത്രമായിട്ട് അതിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് സ്മെൽ ഉണ്ടാകുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് സ്മെല്ലില്ല നമ്മൾ കുടിക്കുന്ന വാട്ടറിന് സ്മെല്ലുണ്ടോ നോ നോ സ്മെല്ല് സിൻഡിറ്റ് ഓക്കെ ബട്ട് വെൻ ഇറ്റ് കംസ് ഔട്ട് ഫ്രം അവർ ബോഡി ഇറ്റ് സ്മെൽസ് അത് സ്മെല്ലുണ്ടാകുന്നു ഹൗ ഇറ്റ് ഹാപ്പൻസ് some actions chemical actions or reactions take place inside our body so as a result some chemical things are mixed with the water and it is waste this waste will come out from our body and it has smell and taste difference ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്വെറ്റിന്റെ വേർപ്പിന്റെ സ്മെല്ലുണ്ട് വേർപ്പിന് ഉപ്പ് രസം പോലെ ഉണ്ട് ഇതൊക്കെ ഉണ്ടാകുന്ന എങ്ങനെ നമ്മൾ വെള്ളം മാത്രമല്ലേ കുടിച്ചുള്ളൂ ആ വെള്ളത്തിൽ നിന്ന് എങ്ങനെ ഉപ്പുണ്ടാകും നമ്മൾ ചായ കുടിച്ചു മധുരം ഇട്ട ചായ കുടിച്ച പക്ഷെ പുറത്ത് വരുന്ന യൂറിൻ അതായിരിക്കുമോ അല്ല പക്ഷെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ആ മെറ്റീരിയൽസ് ആർ ഡിസോൾഡ് ഇൻ ദ വാട്ടർ and those water will come out these water ഈ വെള്ളം പുറത്തു വരുമ്പോഴാണ് ഈ സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ ഓക്കെ സോ ഈ പറഞ്ഞ വാട്ടറിന് സൊല്യൂബിലിറ്റി എന്ന ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒന്നും ഡൈജഷൻ ആവുകയില്ല ബോഡിക്ക് പ്രയോജനപ്പെടുകയും ഉണ്ടാവില്ല next plants can absorb nutrients from the soil only if they are soluble in water and we studied that in 5th standard first lesson was that I think plants make their own food in the presence of sunlight isn't it in the presence of sunlight and air നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അപ്പോൾ with the help of water വെള്ളം വേണം വെള്ളമില്ലെങ്കിൽ ചെടിയൊക്കെ വാടി നിൽക്കും വേനൽക്കാലം ആകുമ്പോൾ നമുക്കറിയാം if you don't pour water for a plant it will dry off and അതിങ്ങനെ ഉണങ്ങി വാടി തളർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല ഉഷാറായിട്ട് ചിരിച്ചു കളിച്ചു കിടക്കും അല്ലേ സോ അതിന് നമ്മൾ എത്രമാത്രം വളം ഇട്ട് കൊടുത്താലും കൗഡങ്ക് ആഷ് ഓർ എനി കെമിക്കൽ ഓർ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്താലും അതിന് വെള്ളം ചേർത്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല ഇഫ് ഇറ്റ് ഡസന്റ് ഗെറ്റ് വാട്ടർ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ടാവും അച്ഛനൊക്കെ എന്തിനേലും പച്ചക്കറി അങ്ങനത്തെയൊക്കെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളം ഇടാറുണ്ട് മേ ബി കൗഡങ്ക് അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വാങ്ങിയിട്ട് വരാറുണ്ട് ഉണ്ടോ ജോയിൽ എപ്പോഴും ഈ മേളിലോട്ടൊക്കെ നോക്കുന്നത് അവിടെ എന്താ സംഭവം എന്തോ ഉണ്ട് what is that എന്റെ അമ്മ ഈ മഴയത്ത് ഫാൻ ഇട്ടിട്ടുണ്ടോ നീ ഇവിടെ തണുത്തിട്ടിരിക്കാൻ വയ്യ അപ്പൊ ആ കൂടുതൽ ഫാനും കൂടിയാ ഓക്കെ ഇനി ഫാൻ കറങ്ങുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്ന് വലിയ ചൂടൊന്നുമില്ലല്ലോ ഓക്കെ ശരി അപ്പം നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറി വെജിറ്റബിൾസ് ഓർ എനിത്തിങ് എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് നിങ്ങളുടെ വീട്ടില് മാനുവൽസ് ആഡ് ചെയ്യാറുണ്ട് മേ ബി ചാണകമായിരിക്കും അല്ലെങ്കിൽ ചാരമായിരിക്കും അല്ലെങ്കിൽ എന്താ പറയണ്ടേ ചപ്പൊക്കെ കൊത്തിയിടാറുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലല്ലാതെ എന്താ ചാണകമൊക്കെ ഉപയോഗിച്ചിട്ടൊരു എന്താ പറയുന്നത് അതിന് പറയുന്നത് വേറൊരു പേരുണ്ടല്ലോ ബയോഗ്യാസ് ഒന്നും അല്ലാതെ ജൈവവളം അങ്ങനെ ഉണ്ടാക്കാറില്ലേ ചാണകവും പിന്നെ ഏതാണ്ട് പച്ചക്കറിയും അതും ഇതൊക്കെ ഇട്ടിട്ട് കുറെ ദിവസമൊക്കെ എന്താ ജൈവാമൃതം ജൈവാമൃതം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കുറെ വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി അല്ല നമ്മുടെ വീട്ടിലെ പശു കൊണ്ട് ചാണകം ഇടുന്നു അല്ല നമ്മൾ കടയിൽ പോയിട്ട് യൂറിയയും ഫോസ്ഫറസും ഒക്കെ അങ്ങനത്തെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വാങ്ങിയിട്ട് നമ്മൾ ഇതിനൊക്കെ ഇട്ട് കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ വേനൽക്കാലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാല് അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ 1 കിലോ വളം വാങ്ങിച്ചിട്ട് ഒരു പയറിന്റെ ചോട്ടിൽ ഇട്ടാലും ഒരു പ്രയോജനവും ഇല്ല unless we pour water if we didn't pour water what will happen it will not dissolve അത് ഡിസോൾവ് ആവത്തില്ല നമ്മൾ ഈ ചാണകത്തിനകത്തും ചാരകത്തിനകത്തും അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഈ വാങ്ങിച്ചു വെച്ച വളത്തിനകത്തൊക്കെ വെള്ളം ഒഴിച്ചാലേ അത് ഡിസോൾവ് ആകുള്ളൂ ഡിസോൾവ് ആയാൽ മാത്രമേ ആ പ്ലാന്റിന് യൂസ്ഫുൾ ആകുള്ളൂ അണ്ടർസ്റ്റാൻഡ് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ അയ്യോ തെങ്ങിന് വളം ഇട്ടു അല്ലെ കമുകിന് വളം ഇട്ടു എന്നിട്ട് മഴ പെയ്തില്ല 2 ദിവസമായിട്ട് മഴ പെയ്തില്ല എന്ന് പറയും അപ്പൊ നമ്മൾ മഴ പെയ്തില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇട്ട വളർത്തുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ഒരു നോ യൂസ് അറ്റ് ഓൾ അതിനൊരു പ്രയോജനവും കിട്ടത്തില്ല എന്നർത്ഥം സോ പ്ലാന്റ്സ് ക്യാൻ ഒബ്സർവ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ only if they are soluble in water minerals from the roots and food from the leaves are transported to different parts of the plant in the form of solutions in water. So these manures or fertilizers that we have added should be soluble. അത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടൊക്കെ എന്നാൽ മാത്രമേ ആ പ്ലാന്റിന് പ്രയോജനമുള്ളൂ അല്ലാതെ ഒരു പശുവിന്റെ ചാണകം മുഴുവൻ കൊണ്ടുപോയിട്ട് ഒരു തെങ്ങിന്റെ ചോട്ടിലിട്ടാലും ഒരു തേങ്ങ പോലും കഴിക്കാൻ പോകുന്നില്ല വെള്ളമില്ലെന്നില്ല ഓക്കെ
അപ്പം അതേസമയം കുറച്ചായിട്ടുള്ളെങ്കിൽ അത് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ് റൂട്ട്സ്. ആ റൂട്ട് അതെല്ലാം ഒബ്സർവ് ചെയ്യും, പ്ലാന്റിന്റെ റൂട്ട്സ്. അല്ലാതെ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നൊന്നും അത് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആൻഡ് ദ പ്ലാന്റ്സ് വിൽ ഒബ്സർവ്, ദ റൂട്ട്സ് വിൽ ഒബ്സർവ് ആൻഡ് ഇറ്റ് വിൽ റീച്ച് ടു ദ പ്ലാന്റ്സ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ഇറ്റ്സ് സ്റ്റെംസ്. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിലൂടെ അതെല്ലാ ഭാഗത്തും എത്തുന്നത്, അല്ലാതെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടന്നു കഴിഞ്ഞാൽ ആവില്ല. Gases such as oxygen and carbon dioxide, which are soluble in water, are important for survival of aquatic life. So now we know that there are so many aquatic animals like fish, shark, whales, like that way. ഒരുപാട് aquatic animals ഉണ്ട് അല്ലേ? Frog, crocodiles, like that way. And we know that when they are in the water, they breathe the oxygen that are soluble or solved in the water. അത് വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് വെള്ളത്തിലെ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. സോ ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓൾ വിൽ ബി സോലുബിൾ ഇൻ വാട്ടർ. അല്ലെങ്കിൽ അവിടെ അത് സൊല്യൂബിൾ, കാർബൺ ഡയോക്സൈഡ് ഒന്നും സൊല്യൂബിൾ, സോറി ഓക്സിജൻ ഒന്നും സൊല്യൂബിൾ അല്ലെങ്കിൽ there would have been no aquatic animals. Fish breathe in the oxygen dissolved in water through their gills. Aquatic plants use the carbon dioxide dissolved in water for photosynthesis. Carbon dioxide is dissolved in aerated drinks to give them their tangy taste. അതായത് എല്ലാ വെള്ളത്തിൽ അങ്ങനെ കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് എല്ലാ അനിമൽസും, അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന അനിമൽസ് എല്ലാം അത് ബ്രീത്ത് ചെയ്യുന്നത്. We know that some plants are living in the water, isn't it? Aquatic plants are there. If you go to river, streams, and even in oceans and all, there will be some plants. These plants gets oxygen and carbon dioxide which are dissolved in the water. ആ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഒക്കെയാണ് അത് വലിച്ചെടുത്തിട്ടാണ് ആ aquatic plants lives there. The solubility of gas in water decreases with increase in temperature. Thus, dissolved gases escape from water when it is heated. This can easily be seen by gently heating water in a pot. You will see small bubbles coming out much before water starts boiling. These are bubbles of air dissolved in water. And another thing, നമ്മൾ പറഞ്ഞു ഈ ജോയിൽ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണല്ലോ മുത്തേ, എന്താണ് അതിന്റെ പ്രശ്നം? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സൊല്യൂബിലിറ്റി ഉണ്ടാകും. അതായത് പഞ്ചസാര, ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ചൂടാക്കിയാൽ കുറെ കൂടെ സ്പീഡായിട്ടും കൂടുതലും അതിനകത്ത് സൊല്യൂബിൾ ആകും എന്ന് പറഞ്ഞു. ബട്ട് ഇൻ കേസ് ഓഫ് ഗ്യാസിൽ നമ്മൾ അതായത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് രണ്ടോളം അടങ്ങിയിരിക്കുന്ന വെള്ളം നമ്മൾ ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകും. You might have seen, have you ever boiled water? വെള്ളം തിളപ്പിച്ചിട്ടുണ്ടോ നിങ്ങള്? ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ അടുപ്പത്ത് വെച്ച് കുറച്ച് ചൂടായി കഴിയുമ്പോൾ അത് ഗ്യാസിൽ വെച്ച് കുറച്ച് ചൂടാക്കുമ്പോൾ യു ക്യാൻ ഹിയർ സം സൗണ്ട്, ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? അതൊക്കെ നല്ലപോലെ ആകും. വെള്ളം തിളക്കുന്നതിന് മുമ്പ് യു ക്യാൻ സി ബബിൾസ് ഫ്രം ദാറ്റ് വാട്ടർ. ബബിൾസ് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ കൊമളകൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടോ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത്? സോ ദ എയർ which is present in the water will escape from water while we boil it or while we heat it. വെള്ളം ചൂടാക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ അല്ല കാർബൺ ഡയോക്സൈഡ്, ആ എയർ എല്ലാം ഗ്യാസ് എല്ലാം പുറത്തോട്ട് പോകുന്നതാണ് ഈ ബബിൾസ് വരുന്നത്. ഓക്കെ, ആൻഡ് അനദർ തിങ്, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, നിങ്ങൾ ഒരു കുപ്പിയിൽ വെള്ളം പിടിക്കാന്ന് വെച്ചാൽ ഒരു ബക്കറ്റിനകത്തിരിക്കുന്ന വെള്ളം, ഇഫ് യു വാണ്ട് ടു ടേക്ക് ഇൻ എ ബോട്ടിൽ, നോട്ട് pouring from a cup, just dip the bottle in the water, you can see gulu 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 sound. What is that? And bubbles also you can see. What is that? ആ കപ്പിലുള്ള എയർ പുറത്തോട്ട് പോകുന്ന വെള്ളം കയറുമ്പോ. Okay, the air which is present in the the air which is present in the bottle will escape. That means എന്താന്ന് വെച്ചാല്
two things cannot exist in one place. ഒരു സ്ഥാനത്ത് രണ്ട് വസ്തുക്കൾക്ക് ഒരേ സമയം നിൽക്കാൻ പറ്റില്ല. If in a bottle there is air always, so if water has to go into the bottle, the air should come out. Otherwise water cannot get into the bottle. So when we dip the bottle into that, automatically water will go, and by the time the oxygen which is, or the air which is present there in the bottle has to come out. That is in the form of bubbles. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു എക്സ്പെരിമെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മളൊരു ഗ്ലാസ്സിൽ പേപ്പർ ഉള്ളിലോട്ട് വെച്ചിട്ട് നേരെ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്താൽ, നേരെ ഡിപ്പ് ചെയ്യണം. The water will not go into the glass, and the paper inside the glass will not get wet. കാരണം already oxygen is there. That oxygen could not, that air could not escape from that glass, since we have dipped it directly. Did you understand? നമ്മളിങ്ങനെ നേരെ ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇറക്കിയാൽ എന്ത് സംഭവിക്കുന്നു? അതിനകത്തുള്ള ഓക്സിജന് രക്ഷപ്പെടാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ എയറിന് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് കയറുന്നില്ല. But if we just bend a little bit, if the water gets a little bit of gap, it will go inside the glass. Then it will get wet. അതേസമയം കുപ്പി നമ്മൾ നേരെ പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചെരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അതിനകത്ത് കയറും, അതിനകത്തുള്ള എയർ ബബിൾസ് ആയിട്ട് പുറത്തു വരും. പക്ഷെ നമ്മൾ നേരെ കമത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നെ നേരെ കമത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എയർ പുറത്തു പോകാൻ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ വാട്ടർ വിൽ നോട്ട് ഗോ ഇൻസൈഡ്. The solubility of gas in water decreases with increase in temperature. Thus, dissolved gases escape from the water when it is heated up. This can easily be seen by gently heating water in pot. You will see small bubbles coming out. Bubbles എന്ന് പറഞ്ഞാൽ എന്താ അറിയത്തില്ലേ? കുമിളകൾ. അങ്ങനെ കുമിളകൾ പുറത്തു വരുന്ന കാണാം. അത് നമ്മൾ വെള്ളം ചൂടാക്കുമ്പോഴും ആ കുമിളകൾ പുറത്തു വരും. അപ്പൊ അതിന്റെ അർത്ഥം അതിനകത്തുള്ള ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതാണ്. Much before water starts boiling, these are bubbles of air dissolved in water. വെള്ളത്തില് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ബബിൾസ് ആണ് ഇതെല്ലാം. Okay. So lesson is over. Do you have any doubt? If you have any doubts, you can ask. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്, ഇപ്പം ചോദിക്കാം, പറഞ്ഞു തരാം. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. Heaven and earth. Halima, do you have any doubt? മിസ് എക്സാമിന് ഹോട്ട് ക്വസ്റ്റ്യൻ വരുമോ? എക്സാമിന് ഹോട്ട് ക്വസ്റ്റ്യൻ വരുമോ? Yeah. One word question answers. For computer, no. For computer, we have only one word answers. One word answers means true or false, like that way. Filling the blanks, choose the correct answer, like that way. But for science and all, we have question papers. Question paper, question answers സഹിതമായിട്ടാണ് വന്നിരിക്കുന്നത്. വരുന്നത് കണ്ടില്ല, വന്നിട്ട് ഇന്ന് എത്തി സാറിന്റെ അടുത്തുണ്ട്. വി ഡിഡ് നോട്ട് സീ, ഞങ്ങൾ കണ്ടില്ല സംഭവം. അങ്ങനെ സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന പോലെ. If you have any doubts, you can ask. Otherwise, we'll discuss the question answers. If you have no doubts, we will discuss the questions. Please take your pencils. Joel, do you have any doubt? No? Okay.
So page number 57, exercise A, choose the most appropriate answers. Most of the substance we see around us are pure elements, pure compounds, impure elements, mixtures. What is the answer for that? Mixtures. So put a tick mark for mixtures D. Second question. A solution of salt in water is a compound, homogeneous mixtures, heterogeneous mixtures, element. Homogeneous. Homogeneous mixtures. Homogeneous. Yes, homogeneous mixtures. Next, third one. The property in separating a mixture of two solids by winnowing is difference in color, difference in size, difference in weight, the attraction by magnet. Then മുറം കൊണ്ട് ഇങ്ങനെ പേറ്റി നമ്മൾ പറഞ്ഞില്ലേ കാറ്റടിച്ചിട്ട് Difference in size. ഡിഫറൻസ് ഇൻ സൈസിലാണോ Weight അല്ലേ, weight. വെയിറ്റ് ഡിഫറൻസ് ഇൻ വെയിറ്റ് സി ഇസ് ആൻസർ ഡിഫറൻസ് ഇൻ Height. വെയിറ്റ് ഹൈറ്റ് അല്ല മോനെ വെയിറ്റ് ഞാൻ പറഞ്ഞ സൈസ് എന്നാ. സൈസ് അല്ല ആൻസർ വെയിറ്റ് നെക്സ്റ്റ് ഫോർത്ത് വൺ the process of settling down of particles of a solid in a liquid is decondension, sublimation, sedimentation, filtration. Sedimentation is the answer. അടിഞ്ഞു കൂടുക സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അടിഞ്ഞു കൂടുക Next, fifth one. Which method is used to obtain a pure liquid from a solution? Distillation, condensation, filtration, loading. First one is the answer. Distillation. Filtration. No, distillation. This is sixth question. The temperature of a saturated solution of sugar in water is raised by 10 degrees Celsius. Which of this statement is now true? It will continue to be saturated. It will become unsaturated. Whether it remains saturated or becomes unsaturated depends upon the amount of water taken. It will continue to be saturated, but if the temperature is increased beyond 10 degrees Celsius, it will become unsaturated. അതായത് ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ അതിനെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത് So uppalla sugar ചോദിച്ചേക്കുന്നത് sugar in water raised by 10 degrees Celsius. Which of this statement is now true? അപ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അത് തുടർച്ചയായിട്ട് സാച്ചുറേറ്റഡ് ആകും അതായത് അങ്ങനെ സോൾവ് ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ആകും പിന്നെ remains unsaturated or saturated according to the water we added പിന്നെ വെള്ളം ചേർക്കുന്നത് and temperature increased beyond 10 degree Celsius കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആകുന്നു second one B is the answer. It will become unsaturated. Arjun, page number 57, fill in the exercise ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് Seventh question. Which of the following can dissolve in water? Only solids and liquids, solids, liquids and gases, only liquids.
Which of these will dissolve in water? So, D. Solids, liquids and gases. C is the D. answer. C. C. എല്ലാം വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ടല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ച പക്ഷെ പറഞ്ഞു കവി ഉദ്ദേശിച്ചത് അതാണ്, പക്ഷെ പറഞ്ഞപ്പോ മാറിപ്പോയി. Okay, next one. Sedimentation and decantation are useful to separate dash. Sedimentation and decantation are immiscible liquids, soluble solid from liquid, insoluble solid from liquid, insoluble solid from liquid where the solid is heavier than the liquid. Which one is the answer? Insoluble. Insoluble solid from a liquid where the solid is heavier than the liquid. അതായത് sedimentation and decantation are useful to separate. Sedimentation decantation ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് immiscible liquidsന് വേണ്ടിയിട്ട്. Soluble solid from liquid, വെള്ളത്തിലെ അലിയുന്ന സോളിഡിന് വേണ്ടിയിട്ട്. Insoluble solid from liquid, വെള്ളത്തിൽ അലിയാത്ത സോളിഡിന് വേണ്ടിയിട്ട്. Insoluble solid from liquid where the solid is heavier than water or the liquid. So D is the answer. Miss, എട്ടാമത്തെ ആൻസർ എന്താ? Last answer D. Next, ninth one. A commonly used chemical for loading is hydrogen, alum, sulfur, common salt. Alum. Experiment. Next, 10th one. To get only the pure solid from its solution in water, which method will you use? Evaporation, distillation, filtration, none of this. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അതായത് ഉപ്പൊക്കെ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഇവാപറേഷൻ. ഇവാപറേഷൻ. ചൂടാക്കിയല്ലേ ഉപ്പൊക്കെ തിരിച്ചെടുക്കുന്നത്. ഓക്കെ. So നമ്മുടെ ടൈം കഴിഞ്ഞു. All the best for the exam. Study well. The rest of answers I will send by WhatsApp group. Bye. Bye.